Welcome back, my dear students, on a new lecture on calculus. So, in this lecture, we will be discussing about some classic difference between the ordinary derivative and the partial derivative in general. So, നമ്മൾ പ്രധാനമായിട്ടും ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ at a point then it is continuous. So എല്ലാ ഡിഫറൻഷ്യബിൾ ഫങ്ഷനും അത് ഡിഫറൻഷ്യബിൾ ആകുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. സോ കണ്ടിന്യൂസ് ആകാത്ത ഒരു ഫങ്ഷനും ഡിഫറൻഷ്യബിൾ ആകില്ല. ഒരു ഫങ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ it cannot be differentiable at that point. Okay, so that's the general idea about derivative of a function with one variable. So this result is true for derivative of a function which depends upon only one variable. Now it is quite natural to assume, does this implication is valid in the case of higher order derivatives or derivatives of function with more than one variable. So more than one വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ ആ ഫംഗ്ഷൻ്റെ കേസിൽ ഇത്തരത്തിലുള്ളൊരു നോഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള നാച്ചുറൽ ക്വസ്റ്റ്യൻ. അഥവാ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്നൊരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നു വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ബോത്ത് ദ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. സോ ഈ ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, we are not defining the total derivative here, we are actually defining the partial derivative. Okay, so partial derivative in the existence കണ്ടിന്യൂവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടോ? ദാറ്റ്സ് അവർ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും കണ്ടിന്യൂവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ ലൈക്ക് എ റിസൾട്ട് ലൈക്ക് ഹിയർ. സോ ദ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ്, then the function is continuous at that point എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ this notion can be extended on to a function with more than one variable as well. But it is very important to understand that this notion is not actually valid in the case of function with more than one variable. അഥവാ ഒരു ഫംഗ്ഷൻ more than one variable ഉള്ളൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ എക്സിസ്റ്റൻസ് കണ്ടിന്യൂവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ കണ്ടിന്യൂവിറ്റി ഒരു നെസസറി കണ്ടീഷൻ അല്ല പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ എക്സിസ്റ്റൻസിന്. കണ്ടിന്യൂസ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്ത പോയിൻറ്റ്സിലും നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതേ റിസൾട്ട് വൺ വേരിയബിൾ ഫംഗ്ഷൻ്റെ കേസിൽ വാലിഡ് ആയിട്ടുള്ള റിസൾട്ട് വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ഡിഫറൻഷ്യബിൾ ആയ എല്ലാ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആകണം, അല്ലെങ്കിൽ കണ്ടിന്യൂവിറ്റി എന്ന് പറയുന്ന നോഷൻ ഡെറിവേറ്റീവിൻ്റെ നെസസറി കണ്ടീഷനാണ്, കണ്ടിന്യൂസ് അല്ലാത്തൊരു ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആകില്ല എന്ന ഐഡിയ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന് ഇൻ ജനറൽ വാലിഡ് അല്ല. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ചില ഫങ്ഷൻസ് ഉണ്ട്, ആ ഫങ്ഷൻസിന് ചില പോയിൻറ്റ്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്, ആ പോയിന്റിൽ ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സോ വി ആർ ഗോയിങ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് ദർ എക്സിസ്റ്റ് എ ഫങ്ഷൻ വിച്ച് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് but partial derivative exists at that point. So these are the things which we are going to establish. So അതിനു വേണ്ടി ഈ കണ്ടീഷൻ
ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഇറ്റ്സ് എ ക്ലാസിക് ഫംഗ്ഷൻ. നിങ്ങൾക്ക് ഒരുപാട് ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും കണ്ടിന്യൂസ് ആകാതിരിക്കുകയും ചെയ്യുന്ന ഫംഗ്ഷൻ. ദ ഫംഗ്ഷൻ ഈസ് എഫ് ഓഫ് എക്സ് വൈ is equal to 0 if the product of x and y is equal to 0 and is equal to 1, sorry, product of xy not equal to 0 is equal to 1 if product of xy is equal to 0. അതായത് എഫ് ഓഫ് എക്സ് വൈ ആണ് നമ്മൾ ഇസഡ് എന്ന് കൊടുക്കുന്നതെങ്കിൽ ഇസഡിൻ്റെ ആൻസർ 1 ആണ്. എക്സും വൈയും തമ്മിൽ ഗുണിക്കുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ അത് 0 ആണ്. എക്സും വൈയും തമ്മിൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നോൺ 0 ആണ് കിട്ടുന്നതെങ്കിൽ. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ് മോർ അബൌട്ട് ദിസ് ഫംഗ്ഷൻ. എന്താണ് ഈ ഫംഗ്ഷൻ എന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഫംഗ്ഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കിപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് ആക്സിസിലാണ്. ഓക്കെ, കാരണം എക്സ് വൈ ഇതിൻ്റെ ഡൊമൈനാണ്. ആ ഡൊമൈന് കറസ്പോണ്ടിങ് ആയിട്ട് ഇസഡ് ആക്സിസിൽ അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇത് ഒരു 3 ഡയമെൻഷണൽ സ്പേസിലാണ് ഇതിൻ്റെ ഗ്രാഫ് കിടക്കുന്നത്. സോ ഹിയർ വി ഹാവ് എക്സ് ആക്സിസ്, വി ഹാവ് വൈ ആക്സിസ് ആൻഡ് വി ഹാവ് ഇസഡ് ആക്സിസ്. ഓക്കെ, ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0. സോ എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഐദർ എക്സ് ഈസ് ഈക്വൽ ടു 0 ഓർ വൈ ഈസ് ഈക്വൽ ടു 0 ഓർ ബോത്ത് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0. സോ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ വൈ ആക്സിസ് ആണ്. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ വൈ ആക്സിസിന് കറസ്പോണ്ടിങ്, കാരണം നമ്മൾ എക്സ് വൈ പ്ലെയിൻ ആണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, so x is equal to 0 means y axis. Okay, and y is equal to 0 means x axis, and x comma y is equal to 0 means the origin 0 0. So നമ്മൾ ഡിഫൈൻ ചെയ്ത ഈ ഫംഗ്ഷൻ എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് എടുത്തെന്ന് പറഞ്ഞാലും, അഥവാ ഈ ആക്സിസിലെ ഈ എക്സ് ആക്സിലെ ഏത് പോയിന്റ് എടുത്തെന്ന് പറഞ്ഞാലും ആ പോയിന്റിൽ ഇസഡിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. സോ ഇസഡിൻ്റെ വാല്യൂ ഇത് 0 0 ആണെങ്കിൽ ഇതിൻ്റെ മോഡിൽ 1 ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഇസഡ് ആക്സിസിന് 1 ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ്സ്. സോ ദിസ് ഈസ് 0. സോ ഇതാണ് നമ്മുടെ 0 0 0 എന്നുള്ള പോയിന്റ്. ഇത് 1 ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ്. സോ എക്സ് ആക്സിസിലെ ഏത് പോയിന്റ് എടുത്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ഇസഡ് വാല്യൂ എന്നുള്ളത് 1 ആണ്. സോ ഇസഡിന് എക്സ് ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇസഡിൽ 1 ഡിസ്റ്റൻസ് അകലെ നമുക്ക് എക്സ് ആക്സിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ y is equal to 0, x is equal to 0 ആകുമ്പോൾ y ആക്സിസ് ആണ്. സോ y ആക്സിസിലെ ഓരോ പോയിന്റ് എടുക്കുമ്പോഴും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ 1 ആണ്. കാരണം എക്സ് വൈ 0 ആകുക എന്ന് വെച്ചാൽ there are 3 possibilities. Either it is x axis or it is y axis or it is 0 0. On those 3 collection of points the value of z is actually 1. So on x axis consider ചെയ്യുമ്പോൾ the value of z is actually 1. ഓക്കെ, സോ കറസ്പോണ്ടിങ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇസഡ് ആക്സിസിൽ 1 ഡിസ്റ്റൻസ് അകലെ എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ഈ പോയിന്റ്സ് ആയിരിക്കും അതിൻ്റെ ഗ്രാഫ്. ഓക്കെ, സിമിലർലി വൈ ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ വൈ ആക്സിലുള്ള എല്ലാ പോയിന്റും എടുക്കുമ്പോൾ അവിടെയും ഇസഡിൻ്റെ വാല്യൂ 1 ആണ്. സോ വൈ ആക്സിന് നേരെ നമുക്ക് എന്ത് ഇസഡ് ആക്സിന് പാരലായിട്ട് വൈ ആക്സിന് പാരലായിട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു 1ൻ്റെ അകത്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. സോ ദിസ് ഈസ് ദ ഗ്രാഫ് വെൻ വൈ ഈസ് ഈക്വൽ ടു when x is equal to 0 or considering the y axis. ഇനി അടുത്തത് ഒറിജിൻ 0 0 എന്നൊരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ആ പോയിന്റിലും കറസ്പോണ്ടിങ് ആയിട്ട് ആൻസർ 1 ആണ്. സോ y ആക്സിസിൽ 1 എന്നുള്ള പോയിന്റ്. സോ കറസ്പോണ്ടിങ് ആയിട്ട് ഈ എക്സ് ആക്സിസും y ആക്സിസിനെയും കറസ്പോണ്ടിങ് ഇമേജ് എന്ന് പറയുന്നത് ഇസഡ് ആക്സിസിൽ എക്സ് ആക്സിന് പാരലായിട്ടുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ LX, y ആക്സിന് പാരലായിട്ടുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ LY. ഇതാണ് നമ്മുടെ ആർഗ്യുമെന്റ്. ഓക്കെ, സോ എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള കേസിലുള്ള ആൻസർ കിട്ടി 1 ആണ്. ഇനി എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ
ഇതല്ലാത്ത എല്ലാ പോയിന്റ്സും വരും. സോ ഇതല്ലാത്ത ബാക്കി എല്ലാ പോയിന്റ്സും എക്സ് വൈ ആക്സിൻ്റെ അകത്തെ ബാക്കി എല്ലാ പോയിന്റ്സിൻ്റെ അകത്തും ഇസഡിൻ്റെ ആൻസർ 0 ആണ്. സോ ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എക്സ് വൈ പ്ലെയിൻ ആണ്. ഓക്കെ, കാരണം നമുക്ക് എക്സ് വൈ 0 എന്നുള്ള പോയിന്റ്സ് കിട്ടും. എക്സ് വൈ 0 എന്ന് വെച്ചാൽ ഇസഡ് ആക്സിസ് 0 എന്നുള്ള. അപ്പം ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള റീജിയൻ ആണ് ആക്ച്വലി എന്തിൻ്റെ ആൻസർ? എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആൻസേഴ്സ് ആണ് ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, ഈ പ്ലെയിൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ എക്സ് വൈ എന്നുള്ള ഈ ലൈനിൻ്റെക്കാട്ടിലും താഴെയാണ് 0. കാരണം ഇത് 0ക്ക് നേരെയാണ് ഈ പ്ലെയിൻ വരയ്ക്കുന്നത്, എക്സ് വൈ പ്ലെയിൻ. ഇവിടെ 1 ഡിസ്റ്റൻസ് അകലെയാണ് ഈ ലൈൻ വരയ്ക്കുന്നത്. സോ നമുക്കിതിൻ്റെ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഇതിൻ്റെ ഗ്രാഫിൻ്റെ അകത്ത് കൺസിസ്റ്റ് ഓഫ് 2 ലൈൻസ്. സോ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ഗ്രാഫിൻ്റെ അകത്ത് ഫസ്റ്റിൽ ഒരു ലൈൻ ഉണ്ട് LX. ഓക്കെ, അറ്റ് എ ഡിസ്റ്റൻസ് 1. ഓക്കെ, ഇൻ ഇസഡ് ആക്സിസ് ആൻഡ് പാരലൽ ടു ഏതാ? പാരലൽ ടു X axis. And similarly we have another line called LY at a distance 1 in Z axis parallel to Y axis. ഓക്കെ, ഈ 2 ലൈൻ ഉണ്ട് ഗ്രാഫിൻ്റെ അകത്ത്. അതിനോടൊപ്പം ബാക്കിയുള്ളത് എക്സ് വൈ പ്ലെയിൻ ഉണ്ട്. എക്സ് വൈ പ്ലെയിൻ്റെ അകത്ത് അതർ ദാൻ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. കാരണം എക്സ് ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് എന്ന് പറയുന്നത് LX എന്ന് പറയുന്ന ഈ സ്ട്രെയിറ്റ് ലൈനാണ്. വൈ ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് എന്ന് പറയുന്നത് LY എന്ന് പറയുന്ന ഈ സ്ട്രെയിറ്റ് ലൈനാണ്. സോ ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്, ആ ഗ്രാഫിൻ്റെ അകത്ത് വി ഹാവ് 3 പാർട്സ്. Okay, the first part is a straight line LX which is at a distance 1. Second part is LY which is a distance y1 at Z axis which is parallel to Y. And then the XY plane. ആ XY പ്ലെയിൻ്റെ അകത്ത് X ആക്സിസ് ഒഴിവാക്കി Y ആക്സിസ് ഒഴിവാക്കി. കാരണം X ആക്സിലും Y ആക്സിൻ്റെ ഇമേജ് വേറെയാണ്. ഓക്കെ, ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് എന്ത് പറയുന്നത്, നമ്മുടെ ഇസഡ് എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ എന്ന ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ എ ബി എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എ ബി എന്ന് വെച്ചാൽ അർത്ഥം എക്സ് ടെൻസ് ടു എ ആകുക, വൈ ബി ആകുക. എഫ് ഓഫ് എക്സ് വൈയുടെ ആൻസർ എഫ് ഓഫ് എ ബി ആണെങ്കിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, സോ എക്സ് എയിലോട്ട് എടുക്കുമ്പോൾ വൈ ബിയിലോട്ട് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് എഫ് ഓഫ് എ ബി ആണെങ്കിൽ ആ ഫംഗ്ഷൻ എ ബി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, സോ നമുക്കിവിടെ ചെക്ക് ചെയ്യാം. എഫ് എന്ന് പറഞ്ഞ നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ 0,0 കണ്ടിന്യൂസ് ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, വൈ ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ് വൈ. ഓക്കെ, കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 2 ഡിഫറെൻ്റ് ആൻസേഴ്സ് വരാനുള്ള പോസിബിലിറ്റിയാണ് നമുക്കുള്ളത്. കാരണം നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് 0 എടുക്കുക, വൈ 0 എടുക്കുക എന്ന് പറയുമ്പോൾ വി ഹാവ് ഡിഫറെൻറ്റ് പാത്ത്. കാരണം നമ്മൾ എക്സ് വൈ ആക്സ് ആണ് നമ്മുടെ ഡൊമൈൻ. ഓക്കെ, നമുക്കപ്പോൾ പല പാത്തുകളിൽ കൂടി ഈ 0,0 എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒറിജിനാണ് 0,0. ആ പോയിന്റിലേക്ക് എടുക്കാൻ നമുക്ക് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം, ഇങ്ങനെയൊക്കെ എടുക്കാം, ഒരുപാട് വേയിലെടുക്കാം. ഓക്കെ, സോ നമുക്ക് 0,0 എടുക്കാനുള്ള ഡിഫറെൻറ്റ് പാത്ത് കൺസിഡർ ചെയ്യുക. ആ പാത്തിലെല്ലാം എഫ് ഓഫ് എക്സ് വൈയുടെ ആൻസർ 0 ആണോ നോക്കുക. കാരണം എഫ് ഓഫ് 0,0 ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഓക്കെ, ഇതെപ്പോഴും 0 ആയിരിക്കണം. ഓക്കെ, കൺസിഡർ the path through x axis. Okay, x axis ആകുമ്പോൾ y is equal to 0. അപ്പം
നമ്മൾ ഈ എക്സ് ആക്സിസിൽ കൂടെയും നമുക്ക് എന്തിലോട്ട് എടുക്കാൻ പറ്റും? 0 0 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം എക്സ് അവിടെ ടെൻസ് ടു 0 ആയാൽ മതി. വൈ ആക്സിസ് എക്സ് ആക്സിസ് എടുക്കുമ്പോൾ വൈ ഓട്ടോമാറ്റിക്കലി 0 ആണ്. ഓക്കെ, സോ അവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, അവിടെ വൈ ഓട്ടോമാറ്റിക്കലി 0 ആണ്. എഫ് ഓഫ് എക്സ് വൈയുടെ ആൻസർ. ഓക്കെ, നമുക്കറിയാം എക്സ് ആക്സിസിലുള്ള എഫ് ഓഫ് എക്സ് വൈയുടെ എല്ലാ വാല്യൂസും എന്ന് പറയുന്നത് 1 ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇസഡ് ഈസ് ഈക്വൽ ടു 1 വിച്ച് ഈസ് ആക്ച്വലി 1. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേറൊരു പാത്ത് കൺസിഡർ ചെയ്യാം. കൺസിഡർ ദ പാത്ത്. നമുക്ക് 0 0 എടുക്കുന്ന വ്യത്യസ്തമായ പാത്തുകൾ എടുക്കുമ്പോൾ ഉള്ള അതിൻ്റെ എഫ് ഓഫ് എക്സ് വൈയുടെ ആൻസർ സെയിം ആയിരിക്കണം. അതാണ് വേണ്ടത്. കൺസിഡർ ദ പാത്ത് ത്രൂ വൈ ആക്സിസ്. കാരണം വൈ ആക്സിസിൽ കൂടെയും, അപ്പോൾ വൈ ആക്സിസ് ആകുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു അവിടെ 0 ആണ്. സോ അവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 വൈ ടെൻസ് ടു 0 എന്ന് വെച്ചാൽ ലിമിറ്റ് ആക്ച്വലി എന്ത് മാത്രം എടുത്താൽ മതി? വൈ ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് വൈ. ഓക്കെ, അവിടെ എക്സ് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ വൈ ആക്സ് ആണ്. വൈ ആക്സിലുള്ള ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ എഫ് ഓഫ് എക്സ് വൈയുടെ ആൻസർ 1 ആണ്. സോ ലിമിറ്റ് വൈ ടെൻസ് ടു 0 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ ക്ലിയർലി ഇത് മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ എഫ് ഓഫ് 0 0 0 ആണ്. പക്ഷേ എക്സ് ആക്സിസിൽ കൂടെ 0 എടുത്താൽ ആൻസർ 1 ആണ്. സോ ഈ രണ്ട് വാല്യൂവും സെയിം അല്ല. സോ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു, ക്ലിയർലി ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 0 0 ഓർ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 0. അപ്പോൾ ഇങ്ങനൊരു പാത്ത് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഇസഡ് വാല്യൂസ് 1 ആണ്, പക്ഷേ എഫ് ഓഫ് 0 0 0 ആണ്. സോ ക്ലിയർലി ഈ രണ്ട് വാല്യൂസും സെയിം അല്ലാത്തത് കൊണ്ട് എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് continuous at 0 0. ഓക്കെ, ഇനി ബാക്കി ഏത് പാത്ത് എടുക്കുന്ന അതിൻ്റെ എഫ് ഓഫ് 0 0 എന്നുള്ളത് 0 തന്നെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഓഫ് 0 0യോടും ഈ ആൻസറും എന്തായിട്ട് കിട്ടിയില്ല? സെയിം ആയിട്ട് കിട്ടിയില്ല. വിച്ച് മീൻസ് എന്താണ്? ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. ഓക്കെ, ഇനി നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുമോ എന്ന് നോക്കാം. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ ആക്ച്വലി അറ്റ് 0 0 എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ വൈ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ വൈ ഫിക്സ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ള സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ്. ഓക്കെ, അപ്പോൾ 0 0യുടെ കേസിലാണെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് വൈ ഈസ് ഈക്വൽ ടു ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ വൈ ഈസ് ഈക്വൽ ടു 0 ആക്കുക. ഓക്കെ, സോ വൈ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലൈനിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് ആക്സിസിൽ നമുക്കൊരു ലൈൻ ഉണ്ട്. ഓക്കെ, എക്സ് ആക്സിസ് എൽ എക്സ് എന്ന് പറഞ്ഞ ലൈനുണ്ട്. ഈ ലൈനിൻ്റെ സ്ലോപ്പാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്മൾ സ്ലോപ്പ് ഓഫ് ദ ലൈനായിട്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവിനെ ഡിഫൈൻ ചെയ്തത് തന്നെ. സോ ഇവിടെ നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 നമുക്ക് വേണ്ടത് 0 0 എന്നുള്ള പോയിൻ്റാണ്. സോ ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് 0 0 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താണ്? വൈ ഓൾമോസ്റ്റ് 0, വൈ 0 ആണ്. അപ്പോൾ വൈ 0 ആകുമ്പോൾ അപ്പോൾ എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈൻസിൻ്റെ സ്ലോപ്പാണ്. സോ വിച്ച് ഈസ് ആക്ച്വലി ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എൽ എക്സ്. കാരണം അവിടെ എക്സ് ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിൻ്റെ സ്ലോപ്പാണ്. അവിടെ ഒരു ലൈൻ ഉള്ളത് കൊണ്ട് അതിൻ്റെ സ്ലോപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വിച്ച് എക്സിസ്റ്റ്, കാരണം ലൈൻ ഉണ്ടെങ്കിൽ എപ്പോഴും സ്ലോപ്പ് ഉണ്ടല്ലോ. നമ്മൾ എൽ എക്സ് എന്നുള്ള ലൈൻ അവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് സിമിലർലി ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ അറ്റ് 0 0 നമുക്ക് 0 0 എന്നുള്ള പോയിന്റ് മതി. അവിടെ എക്സ് ഈസ് ഈക്വൽ ടു 0 ആകും. ഓക്കെ, അപ്പോൾ അവിടെ എക്സ് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് വെച്ചാൽ വൈ ആക്സിന് പാരലായിട്ടുള്ള ലൈൻ. സോ വിച്ച് ഈസ് ആക്ച്വലി വൈ ആക്സിന് പാരലായിട്ടുള്ള ലൈൻ എൽ വൈ ആണ്. സോ വിച്ച് ഈസ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ എൽ വൈ. അവിടെയും ലൈൻ വരയ്ക്കുന്നത് കൊണ്ട് അതിൻ്റെ സ്ലോപ്പ് എക്സിസ്റ്റ് ചെയ്യും. സോ വിച്ച് മീൻസ് ഈ രണ്ട് ലൈനിൻ്റെ സ്ലോപ്പ് എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. ഈ രണ്ട് ലൈനിൻ്റെ സ്ലോപ്പ് എക്സിസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യാം. സോ ഈ ഫംഗ്ഷന് 0 0 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. പക്ഷേ ഈ ഫംഗ്ഷൻ്റെ സ്ലോപ്പ് എൽ എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എൽ വൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ both the partial derivatives exist at 0 0 but not continuous.
പക്ഷേ ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. സോ ഇതൊരു എക്സാമ്പിളാണ്. കണ്ടിന്യൂസ് അല്ലാത്തൊരു ഫംഗ്ഷൻ, അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന ഇങ്ങനൊരു ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഇതായിട്ട് ഈ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ. സോ എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻ്റെയും കേസിലും അത് കണ്ടിന്യൂസ് ആകണമെന്ന് നിർബന്ധമില്ല. അത് സിംഗിൾ വേരിയബിളിൻ്റെ കേസിൽ മാത്രമേ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂറ്റി ക്ലിയർലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫംഗ്ഷൻ വിച്ച് ഈസ് നോട്ട് കണ്ടിന്യൂസ് ബട്ട് ബോത്ത് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് അറ്റ് ദ ഒറിജിൻ. കണ്ടിന്യൂറ്റി ഗ്രാഫ് വെച്ചിട്ടും പറയാം. കാരണം ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇതിൻ്റെ ഗ്രാഫിന് 2 പാർട്സ് ഉണ്ടാകില്ല, കാരണം ഒരുപോലെ പോകത്തുള്ളൂ. സോ ഇവിടെ ഒറിജിൻ അല്ലാത്ത ഈ എക്സ് ആക്സിനും വൈ ആക്സിനും ഇതിൻ്റെ പാർട്സിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. ഇവിടെ മോളിൽ മാറിയാണ് ലൈൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ പാർട്ടിലും അതിൻ്റെ ഗ്രാഫ് എന്ന് വെച്ചാൽ എക്സ് ആക്സിസിൽ ഈ എക്സ് വൈ പ്ലെയിൻ ആണ്. അപ്പോൾ എക്സ് വൈ പ്ലെയിനിൽ നിന്ന് നമ്മൾ എക്സ് വൈ എന്നുള്ള ആക്സിസ് അടർത്തി മാറ്റിയിട്ടുണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ദോസ് പോയിൻറ്റ്സ്. ഓക്കെ, ക്ലിയർലി. പിന്നീട് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് ഒറിജിൻ എന്ന് വെച്ചാൽ ഈ എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ലൈൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ലൈൻ ഈസ് എൽ എക്സ്, അതിൻ്റെ സ്ലോപ്പാണ്. വൈ ആക്സിന് പാരലായിട്ടുള്ള ലൈൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി, അറ്റ് ഒറിജിൻ ആ ലൈനാണ് എൽ വൈ, അതിൻ്റെ സ്ലോപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ക്ലിയർലി നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ പാർഷ്യലി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ്. സോ ദിസ് ഈസ് എ ഐഡിയ റിഗാർഡിംഗ് the continuity, the relationship between continuity and partial derivative of a function in general. Okay, thank you.